എം.എ. ബേബി നമുക്കൊപ്പം ചേരുന്നു. പി.വി. അൻവർ കോൺഗ്രസിന് മാത്രമല്ല അയാൾക്ക് തന്നെ ഒരു പ്രശ്നമായി മാറിയെന്നാണ് CPM ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറയുന്നത്. 24-ന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അൻവറിൻ്റെ തൃണമൂലിനെ എങ്ങനെയാണ് UDF എടുക്കുക? നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കുമെന്നും എം.എ. ബേബി ദീപക് തരുണുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു. ഡോക്ടർ ശശി തരൂർ MP-ക്ക് എതിരായ പ്രചാരണത്തിലും CPM ജനറൽ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു. മോദി സർക്കാരാണ് പ്രശ്നങ്ങൾ വഷളാക്കിയത്. വിദേശ പര്യടനത്തിന് പോകേണ്ട പ്രതിനിധികളെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. സ്വന്തം നിലയ്ക്ക് പ്രതികളെ നിശ്ചയിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ശരിയല്ലെന്നും എം.എ. ബേബി 24-നോട് പറഞ്ഞു. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടത്തിൻ്റെ റിപ്പോർട്ട്. SKN വെരി ഗുഡ് മോർണിംഗ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരള രാഷ്ട്രീയം. ഈ ഘട്ടത്തിൽ CPIM-ന്റെ ജനറൽ സെക്രട്ടറി എം.എ. ബേബി നമ്മളോടൊപ്പം ചേരുകയാണ്. മാത്രവുമല്ല നിലമ്പൂർ LDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മണ്ഡലമാണ്. ഈ ഘട്ടത്തിലാണ് നമ്മളോടൊപ്പം എം.എ. ബേബി ചേരുന്നത്. സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലമ്പൂർ രാഷ്ട്രീയ പ്രാധാന്യമേറെയുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ചും ഇടതുമുന്നണിയെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ പുറത്തേക്ക് പോയതിനു ശേഷം നടക്കുന്നൊരു തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് നിലമ്പൂരിലെ സാഹചര്യത്തെ കാണുന്നത്? കേരളത്തിലെ ഓരോ അസംബ്ലി നിയോജകമണ്ഡലവും വളരെ പ്രധാനമാണ്. നിലമ്പൂരിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു എന്ന ഒരു സവിശേഷതയുണ്ട്. CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ നല്ല നിലയിൽ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പി.വി. അൻവർ ഒരു വലിയ രീതിയിൽ സർക്കാരിനും CPM-നും ഇടതുമുന്നണിക്കും വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോഴദ്ദേഹം ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് വെല്ലുവിളിക്കുന്നു. അല്ലെങ്കിൽ UDF-ൽ ചേർത്തില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? മാന്യ സുഹൃത്ത് ശ്രീ അൻവർ എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം UDF-ൽ ചേരും എന്ന് കേട്ടു. പല പാർട്ടികളിലും ചേരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും തൃണമൂലിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളതായി അറിയുന്നത്. തൃണമൂൽ UDF-ൻ്റെ ഭാഗമല്ല. അപ്പോൾ എങ്ങനെയാണ് ശ്രീ അൻവറും UDF-ഉം സഹകരിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. അദ്ദേഹം ബന്ധപ്പെടുന്ന പാർട്ടികൾക്കെല്ലാം ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീ അൻവർ അദ്ദേഹത്തിന് തന്നെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു ചോദ്യമാണ്. ശശി തരൂർ ഈ സിന്ദൂർ വിശദീകരിക്കാൻ പോകുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല ഘട്ടങ്ങളിലായി. അങ്ങ് ദേശീയ രാഷ്ട്രീയം, ഈ സർവ്വദേശീയ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്ന ഒരാളാണ്. ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ശശി തരൂർ ഇതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടേണ്ടതുണ്ടോ? മാത്രവുമല്ല, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തു നിന്നുള്ളവർ പോകുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും നേരിടേണ്ടി വരാത്ത രീതിയിലുള്ള ആക്രമണം നേരിടുന്നു. അതിൽ ഒന്നാമതായി ഈ വിഷയം BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് കൈകാര്യം ചെയ്തതിൽ വലിയ അപാകതകളുണ്ടെന്നുള്ള വിമർശനമാണ് CPIM-ന് ഒന്നാമതുള്ളത്. ഇതിൽ വലിയ വീഴ്ച BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവർക്കൊരു പാർട്ടിയോട് സൂചിപ്പിക്കാം, ഇന്ന ആളുകൾക്കാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും, നിങ്ങളും അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ ഒരു ജനാധിപത്യ സമീപനം മോഡി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ നിലപാടുകൾ വിശദീകരിക്കാനുള്ള ശശി തരൂരിൻ്റെ പ്രാപ്തിയെ ആരും ചോദ്യം ചെയ്യില്ല. കാര്യം അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഭാഷാ പാണ്ഡിത്യമുള്ള, ബഹുഭാഷാ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എപ്പോഴും താൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ നിലപാട് തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ നിലപാട് വേണം പറയാൻ. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ശ്രീ ശശി തരൂരിനെ സംബന്ധിച്ചുകൊണ്ട് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ മലയാള പ്രേക്ഷകരോട്, നിലമ്പൂരിൽ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ഇത് കാണുകയാണ്, സഹകരണ അഭ്യർത്ഥിക്കുക. പിണറായി വിജയൻ ഗവൺമെൻറ്റിന്, കേരളത്തിലെ LDF ഗവൺമെൻറ്റിന് കേരളത്തിലെ ജനങ്ങൾ ഹൃദയം കൊണ്ട് നൽകുന്ന അംഗീകാരം ആവർത്തിക്കുന്ന ഒരു പ്രഖ്യാപനമായി LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കലാശിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനനുകൂലമായ അന്തരീക്ഷമാണ് നിലമ്പൂരിൽ ഇന്നുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ LDF വിജയം ഒരു നാഴികക്കല്ലായി മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു. SKN വളരെ തിരക്കിനിടയിലാണ് ജനറൽ സെക്രട്ടറി നമ്മളോട് സംസാരിച്ചത്. തുടർ ഭരണത്തിൻ്റെ തുടർച്ചയ്ക്കുള്ള ഒരു അംഗീകാരമായി, അതിൻ്റെ ഒരു സൂചനയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം മാറും, ഇടതുമുന്നണി വിജയിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ജനറൽ സെക്രട്ടറി എം.എ. ബേബി. ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കരക്കൊപ്പം ദീപക് ധർമ്മടം, 24.